Hi friends, welcome to Sakshi kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ദോശയുടെ കൂടെ ആണെങ്കിലും ഇഡ്ഡലിയുടെ കൂടെ ആണെങ്കിലും ചോറിന്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ ഉപയോഗിക്കണേ, എന്നാലേ ഇത് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. സവാള അരിയുമ്പോൾ വളരെ ചെറുതായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ നിറം ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഉള്ളി കരിഞ്ഞു പോകരുത്. ഈ രീതിയിൽ വേണം മൂപ്പിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ആദ്യം ഒരു നുള്ളു കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കായത്തിന്റെ അളവ് കൂടരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ആദ്യം ഞാൻ 1.5 ടീസ്പൂണ് ചേർത്തു, പിന്നെ 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങനെ ടോട്ടൽ 2 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് വേണേ ചേർത്ത് കൊടുക്കാൻ. ഈ മുളക് പൊടിയുടെ പച്ചമണം നല്ലോണം ഒന്ന് മാറി വരണം. അപ്പോഴേ മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യാനുസരണം പുളിയാണ്. ഞാനിവിടെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ചിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കുക. പിന്നെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കുക. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം.